അത് വീട്, അതിൻ്റെ മുറ്റത്ത് തന്നെ. അതേ പറഞ്ഞിക്ക് എവിടേക്കോ ഒരു ഹിന്ദി ബുക്കിലൊക്കെ പണ്ട് നമ്മൾ കണ്ടു മറന്നൊരു ആകെ പൊടിയും റോഡ് പണി കേട്ടോ. അത് ആൾക്കാർ പോകണുണ്ടോ അവിടെ മേലെ? ആ, അതിൻ്റെ മേലെ പോകണം. കുരങ്ങന്മാർ നല്ല പിടിച്ചു പറി ഉണ്ടാവും, ശ്രദ്ധിക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഹാരി എയർപോർട്ട്? ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതാണ് ശരിക്കും ഹാരി എയർപോർട്ടിൻ്റെ പീക്ക്. നമ്മളിങ്ങനെ വെറുതെ നടന്നു വന്ന് അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എത്തിയിട്ടാ. ബസ് ഇറങ്ങിയിട്ട് ഒരു 100-300 മീറ്റർ നടക്കണം. നമ്മുടെ ബാഗും നമ്മളെ മെയിനും ഒക്കെ ചെക്ക് ചെയ്യും. ഫുള്ള് തുറന്ന് സ്കാനറൊക്കെ വെച്ച് ചെക്ക് ചെയ്യും. സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ ബേസിലെത്തി നമ്മൾ. ഏ മേലെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ലൈറ്റ് ഷോ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് റൂമിൽ പോവാം. അപ്പം നമ്മൾ പുറത്തിറങ്ങുക, വണ്ടി എടുക്കുക, നേരെ നാസിക്ക്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങി, ലീഡ് മുന്നിലുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് 200 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാണ്ട്. അത് നേരെ നാസിക്കാണ്. പക്ഷേ 200ഒക്കെ പുട്ട് പോലെ കവർ ചെയ്യാൻ പറ്റിയ റോഡാണെന്നാണ് പറഞ്ഞത്. എന്താവസ്ഥ എന്ന് കറക്റ്റ് അറിയില്ല. പോയി നോക്കിയാൽ തന്നെ ഉള്ളൂ കറക്റ്റായിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അറിയുക. ഇപ്പോൾ ലൈവ് ചേച്ചി, ഇപ്പോൾ ലീഡ് ലൈവ് ചേച്ചിയാണ്. നമ്മളതിൻ്റെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പെട്രോൾ ഇന്നലെ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. കണ്ട, ഫുൾ ടാങ്കാണ്. ഇനി 300 കിലോമീറ്റർ പോവും. പക്ഷെ ഇവരാരും ഫുൾ ടാങ്ക് ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് ആക്കാൻ കയറി. ഇനി ഇവിടെ നിന്ന് ഒറ്റപ്പിടി. നല്ല NH-ആണ്, ഒറ്റപ്പിടി. ആ NH-ലല്ല, NH-ന്ന് ഞങ്ങളിപ്പോൾ ചെറിയ റൂട്ടിലിറങ്ങി. ഇത് റോഡ് വീതിയൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേതിൻ്റെ എന്ത് റബ്ബറൈസറല്ല. അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ ബംസാ, കൈ കൊടുത്ത് പോകാൻ പറ്റൂല. പറ്റിച്ചു ഞങ്ങൾ പറ്റിച്ചു. വീണ്ടും ട്രാജഡി. അതൊന്നും ചെറുതായി, പറ്റ ചെറിയ റോഡ്. അയ്യോ, ഇതിൽ പോയി വല്ല ഹൈവേയിലേക്കും ചാടിയാൽ മതിയായിരുന്നു. ഇന്നത്തെ റോഡെന്ന് പ്രാന്താവും. 200 കവർ ചെയ്യണ്ടേ? ഉള്ളിൽ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി ഗ്രാമപ്രദേശത്ത് കൂടെ ആയിട്ടാണ് പോണേ. അവിടെ നല്ല ഭംഗിയുണ്ട്. കുറേ ചോളപ്പാടങ്ങളും പിന്നെ കുറേ ഗ്രാമപ്രദേശത്തുള്ള എന്തെങ്കിലുള്ള വീടുകളും ലാൻഡ്സ്കേപ്പ് അടിപൊളി. പക്ഷെ എന്താ പറയുക, നമ്മളവിടെ എത്താൻ ലേറ്റ് ആവും, അതാ പ്രശ്നം. ഇതാ കണ്ടില്ലേ പശുവും. ഇതൊക്കെ കണ്ട് എനിക്ക് പണ്ടത്തെ നമ്മുടെ ഹിന്ദു ബുക്കിലൊക്കെ ഉള്ള ഓരോ ഫോട്ടോസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പോലെ തോന്നും. ഓരോ പാടങ്ങൾ പഠിക്കുമ്പോൾ അതിലെ വീടുകളും ഗ്രാമങ്ങളൊക്കെ ഫോട്ടോയിൽ വരച്ചിട്ടുണ്ടാവില്ല, അതേമാതിരി തോന്നും. ബ്രേക്ക് എടുത്തു. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫുഡ് കഴിച്ചു. മിസൽ പാവ്. ഇപ്പോൾ ഫുള്ള് മിസൽ പാവാണ്. എവിടെ നോക്കിയാലും മിസൽ പാവാണ്. കണ്ടില്ലേ, അത് വീട്, അതിൻ്റെ മുറ്റത്ത് തന്നെ. അതേ പറഞ്ഞിക്ക് എവിടേക്കോ ഒരു ഹിന്ദി ബുക്കിലൊക്കെ പണ്ട് നമ്മൾ കണ്ടു മറന്നൊരു സാധനങ്ങളൊക്കെ കാണുന്ന മാതിരി തോന്നും. അത് കണ്ട, കാള വീടിൻ്റെ പുറത്ത് നിറച്ച് തീറ്റ. ഇവിടെ നോക്കിയാലും ഇവിടെ ഒന്നും വലിയ വീടുകളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയ വീടുകൾ. വലിയ വീടുകളൊന്നും കാണുകയേ ചെയ്യൂല. ഒക്കെ ചെറിയ വീടുകൾ. സൈഡിൽ ഇങ്ങനെ കരിമ്പുന്നോട്ടവും. എല്ലാ വീട്ടിലും കൃഷി ഉണ്ടായിരിക്കും. കണ്ടോ, ഇത് വീടാണ്. വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു കാളത്തൊഴുത്തും സെറ്റപ്പൊക്കെ ആയിട്ട്. ടണലേ തീരല്ലേ. ചൂടുന്ന് നല്ല സമാധാനമുണ്ട് ഇതിൻ്റെ അടി കൂടെ പോകുമ്പോൾ. ഇതെന്താ, ഹൈവേൻ്റെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, എക്സ്പ്രസ് ഹൈവേൻ്റെ. അയ്യോ, തീർന്ന് തീർന്നിടത്ത് കുഴിയോ അമ്മ. റോഡ് അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ നല്ല പണിയാട്ടോ. നമ്മളെങ്ങാനും കത്തിച്ച് വന്നു കഴിഞ്ഞാൽ പട ഏറണം. ഒന്നെങ്കിൽ വീഴും, അല്ലെങ്കിൽ വണ്ടീൻ്റെ ഷോക്ക് പോവും. അതാണ് റോഡിൻ്റെ അവസ്ഥ. ഒപ്പമുള്ളവർ നല്ല പിന്നിലാണ് തോന്നുന്നുണ്ട്. ആരും കാണാനില്ല. ഇപ്പം ഒന്ന് ചവിട്ടിയേക്കാണ്, ആരെയും കാണാത്തതുകൊണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരു ഗാന്ധിജി അല്ലായി, അതെ, ഗാന്ധിജീൻ്റെ സ്തൂപമൊക്കെ ഉണ്ട്. ഗായ്സ്, അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്കൊരു അടിപൊളി സ്ട്രെച്ച് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്.
ഇപ്പം നമ്മൾ പ്രീനിയാട്ടനാണ് ഇനി നമ്മുടെ ലീഡ്. ഇനി നമ്മൾ ഇത്ര നേരം നമ്മൾ വിചാരിച്ച സച്ച് നമുക്കിപ്പോൾ കിട്ടി ഗായ്സ്. എല്ലാവരും അത്യാവശ്യം നല്ല പെടയാണ്, ക്രോസ് വിൻസ് നല്ലതുണ്ട്, അതുകൊണ്ട് കണ്ണും പൂട്ടി കൈ കൊടുത്ത് പോകാൻ പറ്റില്ല. ഞാനും അത്യാവശ്യം നല്ല പെടക്കുന്നുണ്ട്. നമ്മൾ നാസിക്ക് എത്തിയിട്ടു, നാസിക്ക് എത്തി പെട്ടു, ബ്ലോക്ക് പെട്ടു. എവിടെ തിരിഞ്ഞാലും ബ്ലോക്ക്, ബ്ലോക്കിൻ്റെ ബ്ലോക്ക്. ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി പോകാണ്ട്, ഏകദേശം 10-30 കിലോമീറ്ററും കൂടി ഇവിടുന്ന് പോയിട്ടാണ് നമ്മുടെ സ്റ്റേ തോന്നുന്നുണ്ട്. ചൂട് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരാലാക്കിൻ്റെ ചൂട്, അതിൻ്റെ ഒപ്പം ഒടുക്കത്തെ ബ്ലോക്കും. പറയുമ്പോൾ നാസിക്ക് കൂടെ പാസ് ചെയ്യണ ഹൈവേ ആണ്, എന്നിട്ട് തന്നെ ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കാണ്. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ അങ്ങ് കയറിപ്പോയി, നമ്മളൊന്ന് സ്ലോ ആയി അതിൻ്റെ ഇടയ്ക്ക്. നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ നല്ല ഫ്രണ്ടിലാണ്, സ്വീപ്പ് ബാക്കിലുണ്ട്, പിന്നെ ഞങ്ങളൊരു 3 ബൈക്കും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ പെട്ടു, ഫ്രണ്ടിൽ കയറിപ്പോയി. നമ്മളാ പെട്രോൾ അടിച്ചതിന് ശേഷം ഒന്ന് സ്ലോ ആയി. സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ അടങ്ങേണ്ട ഇത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് റൂമിലെത്തിയിട്ട് ഡ്രസ്സ് ഊരിക്കുക, ഭക്ഷണം കഴിക്കുക, നേരെ ഹരിയർ ഫോർട്ട് കയറുക. അതുകൊണ്ട് ഈ ഒരു വെയിലും ചൂടും ഇതെല്ലാം കഴിഞ്ഞ് ഹരിയർ ഫോർട്ടും കൂടി കയറുമ്പോഴേക്കേ ചത്തുപോവും, അമ്മാതിരി വെയിലാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷയിലൊക്കെ ഫുള്ള് ഫ്രണ്ടിലും ബാക്കിലും. ഒരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ നാട്ടിൽ 3 ആൾ കയറുന്ന ഓട്ടോറിക്ഷയിൽ ഇവിടെ 7 ആളൊക്കെ കയറുന്നു. നമ്മൾ നമ്മുടെ റൂമെത്താനായിരുന്നു, പക്ഷെ അതിന് മുന്നേ നിർത്തിയിട്ട് നമ്മൾ ഫുഡ് അടിച്ചിട്ടാ. നമ്മൾ റൊട്ടിയും പനീർ ബട്ടർ മസാല. പനീർ ബട്ടർ മസാല അല്ലല്ലോ, വേറെ എന്തൊരു പനീർ കേട്ടോ. ഈ മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് വേറൊരു ബട്ടർ, വേറൊരു പനീറിൻ്റെ കറി, പേരെന്തുട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. സംഭവം അത് കഴിച്ചു. നമ്മളിപ്പോൾ ഇതാ ഇറങ്ങി. നല്ല ചൂടുണ്ട്. ഈ ചൂടത്ത് ഹരിയർ ഫോർട്ട് കയറുമ്പോൾ എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം ഹരിയർ ഫോർട്ടിൽ ഒരു വട്ടം കയറിയതാണ്, എൻ്റെ നേപ്പാൾ റൈഡിന് കയറിയിട്ടുണ്ട് ഹരിയർ ഫോർട്ട്. പക്ഷെ അന്ന് ഇത്ര ചൂടില്ല. ഈ ചൂടത്ത് കയറുമ്പോൾ എന്താ അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാം. നമ്മളിപ്പോൾ ഹരിയർ ഫോർട്ട് കയറാൻ പോവാണ്. ഇപ്പോൾ എല്ലാവരും സെറ്റായിട്ട് റൂമിലെത്തി, എല്ലാവരും ഇറങ്ങി, എല്ലാവരും നല്ല പവർ മൂഡിലാണ് എല്ലാവരും. കണ്ടോ, ഹരിയർ ഫോർട്ട് കയറുന്നതിൻ്റെ ആ ഒരു ചിരിയാണ് എല്ലാവരും മുഖത്ത്. ഇതാ അവിടെ കണ്ടോ, ആ ചിരി കണ്ടോ, ആ ചിരി കണ്ടോ, ആ ചിരി കണ്ടോ. സെലിബ്രിറ്റിയാണ്, മുഖം കാണിക്കൂല, ജിം ട്രെയിനറാണ്.
ഓഫ് റോഡും. ഇവിടെ പൈസ ഉണ്ട്, പക്ഷെ നമ്മള് പൈസ കൊടുത്തിട്ടില്ല. ഞങ്ങളോടും ചോദിച്ചില്ല. അപ്പോൾ നമ്മള് ചെറിയ ഓഫ് റോഡൊക്കെ അടിച്ച് ഇത് അതേമാതിരിയുള്ള ചെറിയ ഓഫ് റോഡൊക്കെ അടിച്ച് കയറി മേലെ എത്തിക്കുന്നുണ്ട്. ആകെ പൊടിയും റോഡ് പണിയൊക്കെ. മുന്നേ വന്ന വഴി കൂടെ ആ ഒരു ബന്ധമില്ല ഞാനിപ്പോൾ വന്നത്. ഞാൻ വേറെ ഏതിലൊക്കെയോ ആണ് വന്നത്. ഇപ്പോൾ ഇവിടെ ആകെ റോഡ് പണിയും ആകെ വൃത്തിയോടൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹരിയാർ ഫോർട്ട് എത്തിയിരിക്കുകയാണ്. ഹരിയാർ ഫോർട്ട് നോട്ട് ആൻ ഈസി ടാസ്ക് ഗൈസ്. ഹരിയാർ ഫോർട്ട് ഇല്ല, ഇവിടുന്ന് കയറിയ പിന്നെ എത്ര ഇതില്ല ഉണ്ട്. കയറി അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ല നടക്കാൻ പറ്റുന്നവർക്ക് മാത്രം പോന്നാൽ മതി. ദേവഗിരി അതിൻ്റെ മോന്ത നോക്കിയേ. ദേവഗിരി ഫോട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെ കേസോ പോലെയല്ല. സ്റ്റെപ്സ് കറക്റ്റ് സ്റ്റെപ്സ് ഒന്നുമില്ല. മൺവഴിയാണ്. നമ്മൾ സ്റ്റെപ്സേ ഇല്ല. നമ്മളിതാ അത് ആൾക്കാർ പോകണുണ്ടോ അവിടെ മേലെ? ആ അതിൻ്റെ മേലെ പോണം. പീരിയഡ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ്. എന്നാലും നമ്മൾ കയറില്ലേ? വയറ് കടമ്പുടാന്ന് പറയുന്നുണ്ട്. വയറിളകുന്നതിനാണ് വയറ് വേനിട്ടാണ് അറിയണ്ട. പക്ഷെ ഞാൻ കയറും. പക്ഷെ എന്തായാലും കയറും. മൈൻഡ് സെറ്റ് ഓൾറെഡി നമ്മൾ ഈ ഹൈറ്റിനെത്തി. ഭയങ്കര കുത്തനുള്ള കയറ്റങ്ങളാ. ടൈമാണ് ഹരിയർ ഫോർട്ട് കയറുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം ഇത്ര തോന്നിയിട്ടില്ല. അത് വന്ന വഴി വേറെ ഏതോ ഒരു വഴിയാണ്. ഇത് കുറച്ച് കടപടയാണ്. കയറി എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാമിന ഉള്ളവർക്കുള്ളൂ കയറി എത്താൻ പറ്റുക. ഒന്ന് പോയാൽ ഗൈസ് ഗയാണ്. ഒരു ഓളത്തിൽ അങ്ങനെ പോകണം. ഒന്ന് കാല് തന്നെയാ പോയി കളി. മാക്സിമം ഹൈക്കിംഗ് ഷൂസോ അങ്ങനെ ഗ്രിപ്പുള്ള സാധനങ്ങൾ ഇട്ട് വരിക. ചെരുപ്പിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറി ആവും. ആ കണ്ടാ, നമ്മൾ വന്ന ആ റോഡാണ് അടിയിൽ കാണണട്ടാ. ഇനിയും കയറാണ്ട്. ഇവിടെ ശരിക്കും ഡ്രോൺ പറത്താൻ പറ്റില്ല. പക്ഷെ കൂടുതലതാ ഇവ വണ്ടീന്റെ മുകളിൽ ചാവ് വെച്ചോന്നൊരു ഡൗട്ട്. ഞങ്ങൾ ഇത്രയും കയറും ചെയ്തു. അപ്പൊ ഇനിയിപ്പോ തിരിച്ചു പോയി നോക്കിയാൽ തിരിച്ച് കയറാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? പുള്ളിയുടെ നിഷാദിക്കേണ്ട ഡ്രോൺ ഉണ്ട്. അപ്പൊ ഡ്രോണൊന്ന് പറത്തി വെക്കാന്നുള്ള പരിപാടിയാ. അതെ, നമുക്ക് കയറാം. പുള്ളി ഡ്രോണ് പറത്തിയിട്ട് വണ്ടിയിൽ കീണ്ടോ നോക്കാനുള്ള പരിപാടിയാ. പറത്തി അവര് ഡ്രോൺ പറത്തിയിട്ട് വണ്ടിയിൽ ചാവിണ്ട് നോക്കാൻ നിൽക്കുക. ഞങ്ങൾ കയറാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഇപ്പം കയറിയുള്ളൂ. ഇല്ലെങ്കിൽ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ കയറണത് വെറുതെയാവും. ഇത്ര പേരുണ്ടാവുകൊണ്ട് ടെൻഷനല്ല. ഇരുട്ടായാലും കുറേ പേരില്ലേ, 10-18 ആൾക്കാരുണ്ട്. ആകെ 2 പെൺകുട്ടികളും ഫുള്ള് ചെക്കന്മാരും. നോ വറീസ്. ചൂരം അങ്ങനെ നേരെയുള്ള നടത്താട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനല്ല. ചെറിയൊരു സമാധാനം കിട്ടും. പിന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. നമുക്ക് കയറാൻ പറ്റും. അവരിങ്ങനെ കയറി പോവാ. ദുർബന്ദർ, നാഗ്ഫാനി, നവ്ര നവ്രി, വങ്കര ഫോർട്ട്, ഇതൊക്കെ ഇതിൻ്റെ ഓരോ ഡയറക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മലകളിലൊക്കെയാണ് കേട്ടോ അത് ഉദ്ദേശിക്കണേ. ചുറ്റുന്ന ചുറ്റിലും മലകളാണ്. അങ്ങനെ എന്താ പറയാ, ഒരു ബേസിലെത്തി. ഇവിടുന്നാണ് ഇനി മെയിൻ ആ ടോപ്പിലേക്കുള്ള കയറ്റം. ഞങ്ങൾ അന്ന് വന്നത് ഒരു മഴ സീസണിലായിരുന്നു. പക്ഷെ മഴ സീസണിൽ ഇവിടെ വന്നാണല്ലോ. മഴ സീസണിൽ പൊള്ളി. പക്ഷെ മേലെ കയറി കഴിഞ്ഞാൽ കോട വന്ന മൂഞ്ചി. അടിയിലൊന്നും കാണാൻ പറ്റില്ല.
ഇവിടെ അടിയിൽ ഇപ്പൊ ഷോപ്പൊക്കെ ഉണ്ട്. അന്ന് ഇതൊന്നും ഇല്ല കേട്ടോ, ഷോപ്പൊന്നും ഇല്ല അന്ന്. ഇങ്ങനത്തെ ചെറിയ കടകളുടെ സെറ്റപ്പ് ഉണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടുണ്ടായില്ല. ഇപ്പൊ അവിടെ അടിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് അവിടെ അടിയിൽ പോയാ. ഓ വ്യൂ കണ്ട, വ്യൂ കുറച്ച് കഷ്ടപ്പെട്ട് കയറി കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ, കുറച്ച് കഷ്ടപ്പെട്ട് കയറി വന്നാലെന്താ, ആ കാറ്റും കൂടെ വന്നാ ക്ഷീണം. ഇത് നോക്കിയേ കണ്ട, വൈബടിച്ച് നിക്കണ്ട. നമ്മൾ ടോപ്പിലല്ല കേട്ടാ, നമ്മൾ ടോപ്പിലല്ല, ഇതിന്റെ ടോപ്പിൽ, അതിന്റെ ഏറ്റവും ടോപ്പിൽ കയറണം. അപ്പൊ കയറിയിട്ട് ബാക്കി കാണാം. ദാ നമ്മളിനി ഇതിന്റെ മേലോട്ടോട്ടോ കയറാൻ പോണേ. ഓയ്വാ, കൊരങ്ങന്മാര് നല്ല പിടിച്ചു പറി ഉണ്ടാവും, ശ്രദ്ധിക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പഴം കയ്യിൽ കിട്ടിയ പഴം കൊണ്ടാവും, അത് പഴുത്തതാണോ മൂത്താണോന്ന് നോക്കൂല കേട്ടോ. നമ്മളിതിന്റെ ഐശു പറയടി, എവിടെ കയറാൻ പോണേ? എടാ നീ പോയിട്ട് ബാക്കിയുള്ള വിളിച്ചിട്ടില്ല കേട്ടാ. അതെ ഇതൊക്കെ ഉണ്ട്. ഫയാസിനൊന്നും ഉരുട്ടിയാരി, ഫയാസിന്റെ ഉരുണ്ടുണ്ട് ഇറങ്ങണോ? അത് ആ നീ വടിയോട് വായിക്കോ. ഇവിടുന്ന് പോയ പൊടി പോലും ഉണ്ടാവില്ല ഗൈസ്. അങ്ങോട്ട് കയറണ്ട, ടോപ്പിൽ കയറണ്ട. എൻ്റെ മോനെ സെക്കൻഡ് ടൈമാണ് കയറുന്നത്. പക്ഷെ ഞാൻ ആദ്യം കയറിയ ടൈമിൽ മഴയായിരുന്നു. അന്ന് നമുക്ക് വ്യൂ കുറെ കോടമഞ്ഞ് കാരണം മൂടിപ്പോയിണ്ടായിരുന്നു. ഇപ്പൊ പക്ക വ്യൂ. കണ്ട അങ്ങനെ കുഴിയുണ്ട്, ആ കുഴിയിൽ പിടിച്ച് കയറുത്ത. ഐശു കാലില് ഗ്രിപ്പ് വന്നതോ, കാലില് ഗ്രിപ്പ് വന്നത് ഉറപ്പായതിനു ശേഷം അടുത്ത കാല് വെക്കാട്ടാ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഹാരി എയർപോർട്ട്? കിട്ടുമല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ അതെ. ടോപ്പിലെത്തി ഗൈസ്. ഇതുകൊണ്ടേ നമ്മളിങ്ങനെ കയറി പോവാട്ടോ. ചെങ്ങാനും ഇവിടെ അങ്ങോട്ട് പോയാ ഗയ. ഹരി എയർപോർട്ടിന്റെ ടോപ്പിലെത്തിയിരിക്കണ ഗൈസ്. വാ എൻ്റെ പൊന്ന്, കീടില്ല വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഒന്ന് നോക്കിയേ, എന്തേലും പറയാണ്ടോ. ഓ ഇതാണ് നമ്മൾ അടിയിൽ നിന്ന് കണ്ട കൊടിയിട്ടോ. കൊടിതാ മുന്തറോ. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇല്ലില്ല, അത് തുറന്നു നോക്കിട്ട് പൊക്കോളും. കാശി നീ തിരിഞ്ഞു വാ, നീ തിരി, ബാഗ് നിന്റെ പുറത്ത് വരട്ടെ. കാശി എടാ, നീ ബാഗ് അവനെ കാണിക്കാതെ തിരിഞ്ഞു വാ, അവന്റെ ഫേസിൽ നിക്കാതെ. ഫുഡ് കൊടുക്കാതിരിക്കേണ്ട നല്ലത്. ഹലോ ഗായ്സ്, യൂട്യൂബർ ഐശ്വര്യം കാശിനാഥാണ് കയറി വരുന്നത്. കയ്യിന്ന് ആ വടി പോയപ്പോ വന്നണ്ട, കയ്യിന്നേ ആ വടി പോയപ്പോ ഓടി വന്ന്. കേറി 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 ഈ വൈ ഈ വൈ. അല്ല ഡ്രോൺ വേണ്ടി ഒന്ന് കറക്കാം.
അല്ല അത് വേറെ ഈ വൈ കയറി എടാ ഇതൊന്ന് ക്യാമറ എടുത്ത് നോക്കിയേ ഓണാണത് സ്റ്റെപ്പാ നിങ്ങളുടെ കാലോട് സ്റ്റെപ്പല്ല മക്കളെ ഇവിടെ പിടി ഇത് തന്നെ കറക്റ്റ് വഴിയാ സോറി കിട്ടിയിട്ടുണ്ട് കയ്യാ ഓക്കെ ജിം ബോഡി അല്ലേ നമ്മളിപ്പോ അതാണ് ശരിക്കും അരിയർ ഫോണിന്റെ പീക്ക്. നമ്മളിങ്ങനെ വെറുതെ നടന്നു വന്ന് അതിലും പീക്ക് എല്ലാരും കൂടി ഉണ്ടായോണ്ട് കേട്ടോ. എല്ലാരും കൂടി ഉണ്ടായോണ്ട് ചെറിയൊരു ടേബിൾ ടോപ്പ് പോലൊരു സ്ഥലം. എമ്മാരി വ്യൂ അറിയോ. ഒരു പ്രശ്നമില്ല, അതൊക്കെ സാവധാനം മതി. അപ്പോൾ ഗൈസ് നമ്മൾ ഹരിയർ ഫോർട്ട് കണ്ടു വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടൈം ലേറ്റായി. ഞങ്ങൾ ഇറങ്ങിയത് രാത്രി, അടിയിലെത്തിയപ്പോഴേക്കും 9-9:30 അടിയിലിറങ്ങിയെത്തിയപ്പോഴേക്കും. സംഭവം ഒപ്പമുള്ള രണ്ടുപേര് നേരത്തെ ഇറങ്ങിയവർക്ക് വഴിതെറ്റി ആകെപ്പാളി. പിന്നെ ഒരു താത്ത ഉണ്ട് ഞങ്ങളുടെ ടീമിൽ. താത്തയ്ക്ക് മേലെ കയറുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നു, തിരിച്ചിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. സോ ഞങ്ങൾ എത്താൻ ലേറ്റായി. ഫുഡ് കഴിച്ചത് കിടക്ക തീരെ വയ്യ. നാളെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നാളെ നേരെ ഉദയ്പൂരാണ്. ഫ്രീഡം ഓഫ് സ്റ്റാച്യു അങ്ങനെയല്ലേ പറയുക, ഫ്രീഡം സ്റ്റാച്യു അവസാനം അത് കാണാനാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഗായ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ 7th ഡേ ഫ്രം മഹാരാഷ്ട്ര ടു രാജസ്ഥാൻ. നമ്മൾ നേരെ ഉദയ്പൂർ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് മുന്നേ പോകുന്നതാണ്. കുറച്ച് പേർക്ക് എണ്ണ അടിക്കാണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരൊപ്പം പോകുന്നു. അപ്പോൾ മുന്നിൽ പോയിട്ട് അവിടെ എണ്ണ അടിച്ചിട്ട് പിന്നിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇന്ന് ഏകദേശം 370 കിലോമീറ്റർ നമുക്ക് ഓടാനുള്ളത്. റോഡ് എന്നതാവും അവസ്ഥ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ എല്ലാവരും അവിടെ പെട്രോൾ അടിക്കാൻ കയറിയുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകും. ആസ്പെറ്റോസൊക്കെ ഇട്ടിട്ട് സൈഡൊക്കെ വാർത്ത വീടുകളാണ് ഇവിടുത്തെ ഏറ്റവും റിച്ച് വീടുകൾ, അങ്ങനെ തന്നെ പറയാം. ബാക്കി വീടുകളൊക്കെ ചെറിയ എന്താ പറയുക, മേലെ ഒന്നും ഷീറ്റൊന്നും ഇല്ലാണ്ട് ഫ്ലക്സൊക്കെ വലിച്ച് കെട്ടിയ മാതിരിയുള്ള ഓലപ്പരമാതിരിയുള്ള വീടുകളൊക്കെയാണ് അധികവും. അയ്യോ, ഹരിയർ ഫോർട്ട് പോകണ വഴിക്കുള്ള വീടുകൾ കണ്ടുമ്പോൾ അന്തം വിടും. തൊഴുത്തും വീടൊക്കെ ഏകദേശം ഒറ്റ-ഒന്നാ. ഇതൊക്കെ ഓക്കെ ആയിരിക്കാം, നമുക്കത് യൂസ് ചെയ്യുന്നുണ്ടാവും. അവിടെ വരെ ഇപ്പോൾ ഹരിയർ ഫോർട്ടിൻ്റെ മേലാണെങ്കിൽ പോലും പെൺകുട്ടികൾ, ഇവിടെയുള്ള പെൺകുട്ടികൾ ഒറ്റയ്ക്ക് നിന്നിട്ട് സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കൽ സൈഡ് അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവും, അത് വേറെ കാര്യം. നല്ല റോഡാട്ടോ രാവിലെ തന്നെ. വലിയ വലിപ്പമില്ലെങ്കിലും നല്ല പീസ്ഫുള്ളായിട്ടുള്ള റോഡ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തേണ്ട ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ, വിശക്കുണ്ട്. നമ്മൾ ഗാർഡ് സെക്ഷൻ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ കാലാവസ്ഥ അങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ടേ എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. സൗണ്ട് ഇങ്ങനെ തുറന്ന് വരുന്നില്ല. ഇടയ്ക്കൊരു സൗണ്ട് പോണ പോലെ വർത്തമാനം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ കൂടുതലാണ്. 2 കവിളും ഒട്ടിയല്ലേ, പിന്നെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ക്ലിയർ ആവില്ല. വഴി അടിപൊളിയാണ് ഗൈസ്, നൈസ് വഴിയാണ്. ഹരിയർ ഫോർട്ട് കയറിയതിൻ്റെ ക്ഷീണമുണ്ട് കേട്ടോ. ഒന്നാമത്തെ 10-200 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് നേരെ ഹരിയർ ഫോർട്ട് കയറി. പിന്നെ ഇറങ്ങാൻ ഭയങ്കര ലേറ്റായി. രാത്രി ഞങ്ങൾ ഒരു 9 മണിക്കൊക്കെയാണ് ഞങ്ങൾ രാത്രി ഇറങ്ങണം ഇവിടുന്ന്. മേലെ കയറിയിട്ട് അവിടെ നിന്ന് കുറേ വീഡിയോ ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്തു. അപ്പോഴേക്കും തിരിച്ചിറങ്ങുമ്പോൾ 3 പേരെ കാണാണ്ടായി. 3 പേര് മുന്നോട്ട് നടന്നു പോയി. അതായത് ഇറങ്ങിയ വഴിക്ക് നമുക്ക് റൈറ്റേക്ക് തിരിയണം, അവർ നേരെ പോയി. അവരെ കുറച്ച് നേരം മിസ്സായിട്ട് അങ്ങനെ ലേറ്റായി. പിന്നെ ലേഡീസിൻ്റെ കൂട്ടത്തിൽ, അപ്പോൾ അവർക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് ടൈം എടുത്തു. റൂമിലേക്ക് എത്തിയത് രാത്രി 11:30-ക്കൊക്കെയാണ്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, കുഴപ്പമില്ല. റോഡ് കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല വിജനമായ റോഡും
പിന്നെ നല്ല വ്യൂവും, പിന്നെ വലിയ കുണ്ടുകുഴി അലമ്പൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ കേട്ടോ, പശുക്കൾ നട റോട്ടിലങ്ങ് നിൽക്കും, മാറൂല. നമ്മൾ വേണമെങ്കിൽ മാറിപ്പോവുക. കണ്ടാ, ഒരു മൈൻഡും ഇല്ല. റോഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ, റോഡിൻ്റെ ഗുണം കഴിഞ്ഞു. പണിപാളി, റോഡിൻ്റെ പണിപാളി. റോഡ് പറ്റ മോശമായി, ഫുള്ള് ചാടി ചാടി. സാഡിൽ ബാഗ് അഴിഞ്ഞു പോയി. അവള് കറക്റ്റ് ടൈമിൽ പിടിച്ചുകൊണ്ട് സാധനം വീണില്ല, സാധനം അഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കയറിപ്പോയി. നമ്മളൊപ്പം ഞാനും അവളും പിന്നെ അൻഫൽ, ഒപ്പമുള്ളൊരു ബൈക്കറും, പിന്നെ നമ്മുടെ സ്വീപ്പ് ഇപ്പോൾ ലൈവ് ചേച്ചിയേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കയറിപ്പോയി. റോഡാണെന്ന് വെച്ചാലോ പറ്റാ മോശം. ഇതാണ് അവസ്ഥ റോഡ്. അയ്യോ കുണ്ട്. അവൾ കാണിച്ച പീരിയഡ്സിൻ്റെ 3ാമത്തെ ദിവസവും അടിപൊളി. എന്താ നല്ല വിശക്കാൻ തുടങ്ങി. പക്ഷെ കുറേ നേരമായിട്ട് ഒരു ചായക്കട പോലും, ഒരു നാരങ്ങളുടെ കിട്ടുന്ന കട പോലും കാണാനല്ല കുറേ നേരമായിട്ട്. വിജനമായ വഴി മാത്രം. പിന്നെ കുറേ വീടുകളുണ്ട്. വീട് പറഞ്ഞാൽ കറക്റ്റ് നാട്ടും പ്രദേശം. റോഡിന് നടുവിൽ കോഴിയും കോഴിക്കുട്ടികളൊക്കെയാണ്. അത്രയും നാട്ടും പ്രദേശം. നമ്മളിപ്പോൾ വാപ്പി സൈഡിൽ കൂടിയാണ് പോണത് ഉദയ്പൂരിലേക്ക്. വാവ്, അടിപൊളി റോഡ്, കിടില റോഡ്. പക്ഷെ ഈ അമ്പ എത്ര ദൂരം ഉണ്ടാണോ പണ്ടാറം. എല്ലായിടത്തും അമ്പണിച്ച പെട്ട്. അയ്യവ നൈസ് റോഡ്. മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയാണ് പോകുന്നുണ്ട്. എല്ലാവരും പണി സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെയാണ് പോണത്. എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും ഒരുമിച്ചാണ് പോണത്. ബസ് കാണാണ്ട് ഇടയ്ക്ക്, എന്നാലും ഇങ്ങനത്തും കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇതുവരെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ട്രെച്ച് ഇതാ റോഡ്. നല്ല കയറ്റം, നല്ല ഇറക്കം, അതിൻ്റെ ഒപ്പം തന്നെ കോർണർ. കിടില റോഡ്സാണ്. ചിന്നാപ്പാട. പിന്നെ ഇപ്പോൾ പണി കഴിഞ്ഞ റോഡാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം അതുകൊണ്ടാണ് അറിയില്ല. നല്ലൊരു ഇറക്കം, പിന്നെ അതേപോലെ ഒരു കയറ്റം. അങ്ങനത്തെ ഒരു റോഡാണ്. മലകൾ ഇൻ്റർ കണക്ട് ചെയ്ത് പോണ റോഡില്ലേ, അതേപോലത്തെ റോഡ്. ഒരു മലയിൽ നിന്ന് മറ്റേ മലയിൽ കയറുക, പിന്നെ ഇറങ്ങുക, വേറെ മലയിൽ കയറുക. ഇതൊക്കെ ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല റോഡാണ്. 2 വേ ആണ്. അവിടെ ലൈൻസ് ഇട്ടുകൊണ്ടിരിക്കുക അവർ. ഇപ്പോൾ ഇതിൽ ലൈൻസ് ഒന്നും ഇട്ടിട്ടില്ല. അടിപൊളി റോഡാണ്, കിടില റോഡാണ്. പക്ഷെ ഈ പേടിക്കാനുള്ളത് പശുക്കളെ മാത്രമാണ്. എപ്പോഴാ എങ്ങനെയാ മുന്നിൽ ചാടുന്ന ഒരു ഐഡിയ ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ പുൽവാസ ടൗണിലാണ്. ടൗൺ അടിപൊളിയാട്ടോ, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. കണ്ടോ പില്ലറൊക്കെ കണ്ടില്ലേ. വലിയ ടൗണൊന്നുമല്ല, ഒരു ആവറേജ് ടൗൺ എന്ന് പറയാം, ചെറിയൊരു ടൗണ്. ഫുഡ് അടിച്ചിട്ടോ, ഒരു വൃത്തികെട്ട ഫുഡ്. വൃത്തികെട്ട ഫുഡ്. ഒരു സാൻഡ്വിച്ച്. നമ്മൾ യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ വൃത്തികെട്ട ഫുഡ് ഫസ്റ്റാണ്. വൃത്തികെട്ട് മീൻസ് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്, പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല. 190 രൂപേൻ്റെ സാധനം ഇത്ര പോകുന്നൊരു 3 പീസ് പറ്റിച്ച്. എന്താ ഹോട്ടലിൻ്റെ പേരെന്താ, ദ കിഡോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എണ്ണ ഫുൾ ടാങ്കൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 270 കിലോമീറ്റർ കൂടി ഞാൻ ഓടാണ്ട്. ഇപ്പം കുറച്ച് പേര് സുനിക്കുട്ടൻ്റെ മറ്റേ ഇത് സൂപ്പർ മെറ്റിയോർ. ആരും എപ്പോൾ പമ്പ് കയറിയാലും ഒപ്പം അവനും കയറും. അത് വടയക്ഷിയാണ്, എപ്പോഴും എണ്ണ കൂടിയാ. എത്ര എണ്ണ അടിച്ചാലും മതിയാവില്ല വണ്ടിക്ക്. ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താ അറിയോ, പാൻപരാഗം ശംഭു ഇതൊക്കെ തിന്നിട്ട് തുപ്പും. ഇതാ ഇങ്ങനത്തെ ഓട്ടോറിക്ഷയിൽ പോണ അലവലാദികൾ പാൻപരാഗൊക്കെ തിന്നിട്ട് ഒറ്റ തുപ്പാ. വണ്ടി വരുന്നൊന്നും നോക്കില്ല. റോഡ് മാനേഴ്സൊന്നും തീരല്ല, മാനേഴ്സേ ഇല്ല. അത് വേറെ കാര്യം.
അതിനിപ്പോൾ ആരെ നോക്കിയാലും ലോക്കൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ല കാറിൽ വന്ന് ഇറങ്ങണവർ വരെ ചീപ്പ് ബിഹേവിയറാണ്. കുപ്പി നാട് റോട്ടിൽ വലിച്ചെറിയുക, കവർ നാട് റോട്ടിൽ വലിച്ചെറിയുക, ഫുഡ് വേസ്റ്റ് വലിച്ചെറിയുക, കാറിൽ ട്രാവൽ ചെയ്യണവർ. മക്കളെ തുടങ്ങിയിട്ടോ, ബ്ലോക്കിൻ്റെ കളി തുടങ്ങി. ഇനി തന്നെ ഫാനിന് നിൽക്കാനുള്ള നേരം കിട്ടൂല. 24 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുക ഫാന്. സൂര്യനാണിച്ചാലോ നല്ല വെടിവെപ്പാ മേലെ നിന്നിട്ട്. ഈ ഫുള്ള് റൈഡിങ് ഗിയേഴ്സിലാവുകൊണ്ട് വണ്ടി ഓടുമ്പോൾ നമ്മൾ സെറ്റാണ്. പക്ഷെ അങ്ങനെ വണ്ടി നിർത്തിയ ചൂടെടുത്ത് മരിക്കും, അമ്മാരി ചൂടാവും. പക്ഷേ ഈ ടോള് വാങ്ങണേനുള്ള കാര്യമുണ്ടോയെന്ന് അറിയാത്ത ടോള് വാങ്ങാനുള്ള കാര്യമുണ്ടെന്ന് അറിയാത്ത ഒന്ന് കൈയാട്ടിക്കാ കാറിന്. റോഡ് അത്ര ടോള് വാങ്ങാനുള്ള കാര്യത്തിനുള്ള റോഡൊന്നും ഇല്ല കേട്ടോ. ഇവർ വാങ്ങി വെക്കണമെന്ന് തന്നെ ഉള്ളൂ. അല്ല ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡായിരിക്കാം, അറിയില്ല. ട്രക്സ് കണ്ടില്ലേ, വെറും ട്രക്സാ ഇപ്പോൾ. എന്ത് കാറിലാണ് ലോറിക്കാരൻ കയറും. സംഭവം നമ്മൾ 10-15 പേരെ ഇപ്പോൾ ബൈക്ക് ഓടിക്കണമെങ്കിലേ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല കേട്ടോ. അതായത് ഇന്ന വരിക്ക് തന്നെ പോകണം, നമുക്കേ റെസ്ട്രിക്ഷനൊന്നുമില്ല. ഇന്ന ആൾക്കാരൊപ്പം പോകണം, അല്ലെങ്കിൽ ഇന്ന ബൈക്കിൻ്റെ പിന്നെ പോകണം, ഇത്ര നമ്പറിൽ പോകണം, അങ്ങനെയൊന്നുമില്ല. ലീഡ് ഉണ്ടാവും, സ്വീപ്പ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ നമുക്ക് ക്രൂസ് ചെയ്യാം സുഖമായിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലും ആൾക്കാരുണ്ട്, പിന്നിലും ആൾക്കാരുണ്ട്. ഞങ്ങൾ മിസ്സാവില്ല. ഏതെങ്കിലും ഒരു ഡൈവേർഷൻ വന്നു കഴിഞ്ഞാൽ മുന്നത്തെ ടീം അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ ആ ടോള് കഴിഞ്ഞത് മുതൽ ഈ ഒരു റോഡ് തന്നെ കേട്ടോ. വടവതര വരയ്ക്കും ഈ ഒരു റോഡ് തന്നെയാണ് കാണുന്നത്. ഈ ഒരു റോഡ് തന്നെ വരാൻ ചാൻസ്. ഈ റോഡ് നല്ല റോഡാണ്, സുഖമായിട്ട് ക്രൂസ് ചെയ്ത് പോവാം. ഞാനിപ്പോൾ ഒരു 90-100 ആ ഒരു സ്പീഡിൽ അങ്ങനെ ക്രൂസ് ചെയ്ത് പോവാം. സ്പീഡ് അതിലും കയറണമെന്നുണ്ട്, പക്ഷെ അതിലും കയറിയാൽ മൈലേജ് നല്ല ഷോർട്ടാവുക. ഗൈസ്, ഇത് വിമാനത്തിൻ്റെ എന്തോ സ്പെയറാണെന്നാണ് തോന്നണേ. ആദിത്യ ബിർള ഗ്രൂപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. വിമാനത്തിൻ്റെ എന്തോ സാധനമാണ് തോന്നുന്നുണ്ട്. പക്ഷെ അവർക്കൊരു വിമാനം ഉണ്ടോ? ഇല്ലല്ലോ. എന്തോ കണ്ടിട്ടൊരു വിമാനത്തിൻ്റെ സ്പെയർ പോലെ തോന്നുന്നുണ്ട്. പിന്നെ 175 കിലോമീറ്റർ ഉണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഈ വെയിൽ മാത്രമാണ് നമുക്കൊരു തടസ്സം. നമുക്ക് ഭയങ്കര ക്ഷീണം തട്ടുണ്ട് വെയിൽ കാരണം. എടുക്കണ എല്ലാ റൂമും നല്ല AC വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റി ഇന്നലൊക്കെ. കല്യാണത്തിന് ചക്കരയും പെണ്ണിനെ കൊണ്ടുപോകാൻ വണ്ടിയാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ കല്യാണമൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതാണ് തോന്നുന്നുണ്ട്. വൺ സെറ്റപ്പാ. നമ്മുടെ ലവി ചേച്ചി നിൽക്കുന്നുണ്ട്. കുറച്ച് പേര് മുന്നിലുണ്ട്, 15 കിലോമീറ്റർ മുന്നിൽ അവർ ഈ കുണ്ടുകുഴിയൊക്കെ ചാടിച്ച് പോയിട്ട്. ഞങ്ങൾ കപ്പിൾസ് അല്ലേ, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇതവിടുന്ന് ചായ കുടിച്ചു, ചിലർ വെള്ളം കുടിച്ചു. ഇനിയിപ്പോൾ ആദ്യം എടുക്കുക പോവുക. യാവാടി റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പഞ്ചാബി ചൈനീസ്. ഈ പേരെവിടെയും കേട്ടിട്ടുണ്ടോ ഗൈസ്? ഗംഗൂബായ് ഫ്രം കാത്തിയവാടി. ആ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമ്മൾ രാജസ്ഥാനി താലി മീൽസാണ് കഴിച്ചത്. എനിക്കിഷ്ടമായില്ല, പോരാ. ഇതുവരെ കഴിച്ച താലി മീൽസൊക്കെ ഓക്കെ, ഇതെനിക്കിഷ്ടമായില്ല. അപ്പം നമ്മളെ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സ്ട്രെച്ച് തുടങ്ങി. നല്ല പെടയാണ്. പ്രീന ഏകദേശം ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററും കൂടി ഉള്ളൂ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇന്നത്തെ റൈഡ് നമുക്ക് വലിയ ഇടങ്ങറ് തോന്നുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല. നല്ല റോഡ് കിട്ടിയോണ്ടാണ് എന്തോണം അറിയില്ല, ഇടങ്ങറ് തോന്നിയിട്ടില്ല. സ്ഥിരം കാഴ്ച വരുന്ന വഴിക്കിലൊക്കെ തന്നെ നിറച്ച് പോത്ത്, കാള, ഇതിനൊക്കെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് നടക്കും ആൾക്കാർ. പക്ഷെ ഇതൊക്കെ അറക്കാൻ കൊടുക്കാനുള്ളതാണോ എന്തോ. പക്ഷെ ആ കൂട്ടത്തിൽ ഈ കുട്ടികളുണ്ടാവും, അതാ പ്രശ്നം. തുള്ളിക്കളിച്ച് നേരെ വണ്ടീനെ മുന്നിലേക്ക് വരുള്ളൂ. എങ്ങാനും അതിനെ തട്ടിയാലോ നമുക്കുണ്ടാവണ അപകടം മാത്രമല്ല, ഈ നാട്ടുകാർ നമ്മളവിടെ പിടിച്ചു നിർത്തും. നമ്മുടെ ഭാഗത്താണ് തെറ്റ് മൊത്തം ഉണ്ടാവുക. പിന്നെ ഏകദേശം എത്തിയിട്ടോ. ഇവിടുന്ന് 11 കിലോമീറ്ററും കൂടി ഉള്ളൂ സ്റ്റാച്യു ഓഫ് യൂണിറ്റി.
അവിടെ അടുത്തെത്തിയിട്ടോ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാണ്ട് പുള്ളിക്കാരൻ്റെ ഹെഡ് കാണാണ്ട്, സ്റ്റാച്ചുവിൻ്റെ ഹെഡ് ഉണ്ടോ. ഇവിടുന്ന് ഫ്രീ ബസ് ഉണ്ട് അങ്ങോട്ട്. കാറൊക്കെ നമുക്ക് ഇവിടെ തിരക്കുള്ളപ്പോൾ ഇവിടെ പാർക്ക് ചെയ്താൽ ഇവിടുന്ന് ഫ്രീ ബസ് ഉണ്ട്. ഇത് അങ്ങനത്തെ ബസ് കണ്ടാ. അതാ 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 കാണുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. വഴിയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. കൊള്ളാം. ഇത് കണ്ടില്ലേ, നിറച്ച് പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പോകാനുള്ള വഴി ടോപ്പാ. പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വേറെ വണ്ടിയിൽ പോകണം തോന്നുന്നു. അത് ഈ ഓട്ടോറിക്ഷ വിളിച്ച് പോകാനാണോ എന്തോ അറിയില്ല. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യണം പറഞ്ഞു. അങ്ങോട്ട് ഇതിൻ്റെ കുറേ പിങ്ക് വണ്ടികൾ. അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എത്തിയിട്ടാ. ഇവിടെ ഇതാ തിരക്കുണ്ട് അത്യാവശ്യം. ടീം മൊത്തം പിന്നെ കുഴപ്പമില്ലല്ലോ. ബസ്സിൽ കയറാനുള്ള വരികട്ടോ. ഫ്രീ ആണ്, ബസ് സർവീസ് ഫ്രീ ആണ്. എൻട്രൻസ് ഫീ എത്രയായിരുന്നു? എൻട്രൻസ് ഫീ ഉണ്ട്, ബസ് ഫ്രീ ആണ്. ഹായ് ഗായ്സ്, നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബസ് മൊത്തം നമുക്ക് തന്നെ വേണ്ടി വരും. ബസ് വന്നിട്ടുണ്ട്, ടീം മൊത്തത്തിലുള്ള ബസ്. ഇതേ കുറേ കച്ചറകൾ കയറി പോകുന്നു. പക്ഷെ പോക്ക് വെയിലിൻ്റെ ചൂട് ഭയങ്കര. ഒടുക്കത്തെ വെയിലാ. ബസ്സിൽ നല്ല സുഖമായിരുന്നു, നല്ല തണുപ്പ്, AC ബസ്. ഈ കാണുന്നതാട്ടോ നർമ്മദ റിവർ. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ബസ് ഇറങ്ങിയിട്ട് ഒരു 300 മീറ്റർ നടക്കണം. 300 മീറ്റർ. നമ്മൾ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഹൈഡ്രേഷൻ ബാഗ് വരെ ചെക്ക് ചെയ്ത്. പിന്നെ ഒരുത്തൻ ടാങ്ക് ബാഗ്, ഷോൾഡർ ബാഗാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെയിൻ ലൂപ്പ് ഉണ്ടായിരുന്നു. ടൂൾസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത് തിരിച്ചുകൊണ്ടുപോയി. ഞാൻ ഫുഡൊന്നും കാണിക്കാറില്ല വ്ളോഗിൽ. എന്താ വെച്ചാൽ നോർമൽ താലി, വലിയ വെറൈറ്റി ഫുഡൊന്നും കഴിച്ചില്ല. കഴിച്ചത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഫുഡൊന്നും നമ്മൾ കാണിക്കുന്നില്ല അധികം. ഇനി ഞാൻ എന്തായാലും കാണിക്കാൻ നോക്കേ. ഞാനിപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നിയത് കഴിക്കണ ഫുഡും കാര്യങ്ങളും ഒന്നും അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കാം. ഞാൻ ചെക്കിങ്ങാണ്, ഫുൾ ചെക്കിങ്ങാണ്. എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ലേഡീസിന് വേറെ, ജെൻസിന് വേറെ. ഫുൾ ബോഡി മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാഗും നമ്മളെ മെയിനും ഒക്കെ ചെക്ക് ചെയ്യും. ഫുള്ള് തുറന്ന് സ്കാനറൊക്കെ വെച്ച് ചെക്ക് ചെയ്യും. നമ്മൾ ഉള്ളിൽ കയറി വരുമ്പോൾ നേരെ ഈ വ്യൂ ആ കാണാട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരു കിടിലം ബോൺസായി കണ്ട കയറി വരുമ്പോൾ ഉള്ളതാ. നൈസായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെക്കാൾ നിങ്ങൾക്കറിയാം എന്നതാണ്. എത്താനായി സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ ബേസിലെത്തി നമ്മള്. കിട്ടോ? ഫ്രെയിമിൽ കിട്ടുന്നുണ്ടോ? സൂര്യൻ എലിവേറ്റർ അല്ലേ നമ്മളങ്ങനെ കൊണ്ടുപോണത്. നമ്മളങ്ങനെ നിന്ന് കൊടുത്താൽ മതി, അങ്ങനെ പോയിക്കോളാൻ സാധനമുണ്ട്. എലിവേറ്റർ അല്ല, എസ്കലേറ്റർ. സോറി, മാറിപ്പോയി. സുനിലോടെ പോയി. ആയിവാ. ഇത് മൊത്തം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖം. 6 മണിക്ക് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. ഓ, വിചാരിച്ച മാതിരിയല്ല, ഒടുക്കത്തെ ഹൈറ്റാ. ഇത് കണ്ട
ഇവിടെ നിന്ന് വന്ന് കാണുമ്പോഴേ ഇത് അറിയുള്ളൂ കേട്ടോ. വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല. ഇവിടെ ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് സ്റ്റെപ്പ് കയറി കഷ്ടപ്പെടണ്ട. ലിഫ്റ്റ് അല്ല, എസ്കലേറ്റർ. അതുണ്ടായതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറി കഷ്ടപ്പെടണ്ട. ബേസ് കൂട്ടാണ്ടേ 182 മീറ്റർ കേട്ടോ ഈ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ്. ഇത് കണ്ട അതിൻ്റെ ഹീലാട്ടോ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചു ആണത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിൻ്റെ ഹീലാണത്, ജസ്റ്റ് ഹീലാണത്. അപ്പോൾ ഇതിൻ്റെ ഉയരം, ഈ ഹീല് പറഞ്ഞാൽ എന്നെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട്. ഈ ഹീല് എന്നെക്കാട്ടിലും പിന്നെയും ഒരു 2 ഫീറ്റൊക്കെ ഹൈറ്റ് എന്നെക്കാട്ടിലും അതുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെ മൊത്തത്തിലായിട്ട്. ആക്ച്വലി ഇത് മേലെ കയറിയിട്ട് നമുക്ക് കാണാം, പക്ഷെ നമ്മളിന്ന് എത്തിയ സമയം കുറച്ച് ലൈറ്റായി പോയതുകൊണ്ട് നമുക്ക് മേലെ കയറാൻ പറ്റത്തില്ല. കടിയിൽ നിന്ന് കണ്ടിട്ട് പോകണം. ഇത് ഇതിൻ്റെ ആർട്ട് ഗാലറിയാണ്. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ് ഇപ്പോൾ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കേട്ടോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിൻ്റെ അടിയിലാണ് ബാക്കിയുള്ളതൊക്കെ. അതൊരു ഇന്ത്യക്കാരെന്നുള്ള രീതിക്ക് നമുക്ക് പ്രൗഡായിട്ടുള്ള കാര്യമല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ഉള്ളത് ഇന്ത്യയിലാണ്. പിന്നെ ഇവിടുത്തെ സെറ്റപ്പും കളും നല്ല വൃത്തിയും കാര്യങ്ങളും അടിപൊളി. 150 രൂപ കൊടുത്താലും ഫ്രീ ആയിട്ട് ബസ്സിലും കൂടെ കൊണ്ടുവരും. പിന്നെ അത് നമുക്ക് ഇറങ്ങി കാണാം. അതിൻ്റെ ആർട്ട് ഗാലറി ഉണ്ട്, മേലേക്ക് കയറാം. അതിനൊരു 150 കൂടി എക്സ്ട്രാ കൊടുക്കണം. സംഭവം അടിപൊളി കേട്ടോ, നൈസാണ്. ടോപ്പാണെന്നൊന്നും പറയില്ല, പക്ഷെ കാണാം, രസമുള്ള പരിപാടിയാണ്. നമ്മുടെ യാത്രയിൽ ഇതുവരെ നമ്മൾ ചെയ്തതിൽ നമുക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നത് ഒന്ന് യെല്ലോറ കേവ്സും പിന്നെ അതുപോലെ തന്നെ ഹരിയർ ഫോർട്ട്. ഞാൻ സെക്കൻഡ് ടൈമാണ്, പക്ഷേ ഹരിയർ ഫോർട്ട് ഈസ് എ ജാം, വേറെ ലെവലാ. ലൈറ്റ് ഷോ കൂടിയും കണ്ടിട്ട് റൂമിക്ക് പോകുള്ളൂ. എന്തായാലും മേലെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ലൈറ്റ് ഷോ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് റൂമിക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലേ, അത് രണ്ടും ടോപ്പാണ്, പ്രത്യേകിച്ച് ഹരിയർ ഫോർട്ട്. പോസ്റ്റായി നമ്മൾ കുറച്ചേരം ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഇവിടെ ലൈറ്റ് ഷോ കാണാതിരിക്കുക. 7:45 10 മിനിറ്റിന് ലൈറ്റ് ഷോന് വണ്ടി കാത്തിരിക്കുക. 8:30 അവിടെ ലോക്കർ അടയ്ക്കും. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ്സിന് ഒരുപാട് ആൾക്കാർ പോകാണ്ട്. ഓടിച്ചാടി ബസ് കയറാം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് തന്നെ ഇരിക്കുക ഓടിപ്പോകാൻ വേണ്ടിയിട്ട്. एक सक्रिय सिपाही थे झवेर भाई पटेल। करमसद गांव के इस बहादुर देशभक्त किसान और उनकी पत्नी लाड भाई के 5 बेटों और 1 बेटी में से चौथे पुत्र थे वल्लभ भाई। बालक वल्लभ ने करमसद के बाद ഇവരെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, സ്റ്റോറി മൊത്തം ഹിന്ദിയിലാണ് പറയണേ. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഹിന്ദി അറിയണവർക്ക് മാത്രം മനസ്സിലാവും. നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് മനസ്സിലാവും എന്നല്ലാണ്ട് ശരിക്കും ഇത് ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ വേണമായിരുന്നു. ഇതൊരുമാതിരി പരിപാടിയാട്ടോ. എല്ലാവർക്കും ഹിന്ദി അറിഞ്ഞുകൊള്ളുന്നുണ്ടോ? എനിക്ക് ഹിന്ദി അറിയില്ല. അവിടെയും ഇവിടെയൊക്കെ മനസ്സിലായി, പക്ഷെ മൊത്തം മനസ്സിലായില്ല. നെക്സ്റ്റ് പരിപാടി ഫുഡ് അടിക്കാൻ പോക്ക്. ഫുഡ് അടിച്ച് വരിക, കടന്നുറങ്ങുക, തുണികൾ അലക്കിയിട്ടു. ഇതാണ്ടില്ലേ ഓരോരുത്തരുടെ തുണി ഉണക്കുന്ന പരിപാടിയാണ്. വണ്ടിയുടെ നമ്പർ വേണ രാജസ്ഥാനിലാണ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി.
നൈസ് ഫുഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമായി, പ്രത്യേകിച്ച് ലസ്സി, അടിപൊളി ലസ്സി. ഇനിയിപ്പോൾ പോവുക, ഒന്ന് കുളിക്കുക, ഒരൊറ്റ ഉറക്കം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.